നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മെൻറ്റാലിറ്റി വെച്ചേ നെയ്മർ ജൂനിയർ എന്നല്ല, മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വന്നാൽ പോലും സാൻഡോസ് രക്ഷപ്പെടില്ല. ഈ പോക്ക് പോയാൽ അധികം വൈകാതെ എന്നെയും നെയ്മറേയും അവർ ക്രൂശിക്കാൻ തുടങ്ങും. ഗാബിഗോൾ പറയുകയാണ് സാൻഡോസിൻ്റെ അവസ്ഥ വെച്ച്. നോക്കുക, ഈ സീസണിൽ ഇപ്പോൾ ആദ്യ കളി സാൻഡോസ് 2-1 ജയിച്ചു. പിന്നെയോ പാൽമിറാസിനോട് പൊട്ടി, ഗൂഡാനിയോട് 1-1 സമനില, കൊറിന്ത്യൻസിനോട് 1-1 സമനില, ബ്രാഗൻഡീനോട് ഗോൾ ചെയ്ത സമനില, ഷാപ്പക്കോൻസിനോട് 4-2 തോൽവി, സാവോപോളയോട് 2-0 തോൽവി. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് എന്തായാലും ഗാബിഗോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരാളാണ് ഇതിനൊക്കെ സൊല്യൂഷൻ എന്ന് കരുതുന്നത് നിർത്തലാണ്. അതായത് നെയ്മർ വരും എല്ലാം ശരിയാവും എന്ന് ടീം വിശ്വസിക്കുന്ന ആദ്യം നിർത്തണം എന്നാണ് ഗാബിഗോൾ പറയുന്നത്. ഒരാളാണ് പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷൻ എന്ന് കരുതുന്നത് നമ്മൾ ആദ്യം നിർത്തണം. ഇപ്പോൾ എല്ലാവരും വളരെ മോശമായിട്ടാണ് കളിക്കുന്നത്. തീർച്ചയായിട്ടും അധികം വൈകാതെ അവരെന്നെയും നെയ്മറേയും ഒക്കെ ക്രൂശിക്കാനും തുടങ്ങും. നോക്കുക, മെസ്സിയെയോ ക്രിസ്ത്യാനോ റൊണാൾഡോയെയോ നമ്മൾ സൈൻ ചെയ്താൽ പോലും ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ആദ്യം ഈ മെൻറ്റാലിറ്റിയാണ് മാറേണ്ടത് എന്ന് തന്നെ തുറന്നടിച്ച് പറയുന്നു ഗാബിഗോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയതാണ്. പക്ഷേ ടീമിന് അത്ര വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നെയ്മർ ജൂനിയർ ഇമ്മീഡിയറ്റ്ലി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇപ്പോൾ ഈ വിഷയത്തിൽ സാൻഡോസിൻ്റെ കോച്ചിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം അടുത്ത മത്സരം നെയ്മർ കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി നോക്കണം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അദ്ദേഹം നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്, മറ്റു താരങ്ങൾക്കൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നുണ്ട്. പക്ഷേ ഗ്രാജ്വലി മാത്രമേ നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് വരികയാണ്. സോ നമുക്ക് അദ്ദേഹത്തെ വേണം എന്നുള്ളത് വളരെ നേച്ചറലാണ്. നമുക്ക് അദ്ദേഹത്തെ വേണം, ക്ലബിന് അദ്ദേഹത്തെ വേണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെയ്മർ ജൂനിയർ എന്ന് പറഞ്ഞാൽ വലിയ താരപ്രഭയുള്ളൊരു കളിക്കാരനാണ്. സോ അദ്ദേഹത്തെ നമ്മൾ വളരെ കെയർഫുള്ളി വേണം ഉപയോഗപ്പെടുത്താൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ നെയ്മർ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ നെയ്മർക്ക് കളിക്കണമെന്ന് താല്പര്യമില്ല എന്ന് പലരും പറയുന്ന ഘട്ടമുണ്ടായിരുന്നു. എന്നിട്ടും നെയ്മർ കണ്ടല്ലോ, പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കഴിഞ്ഞ സീസണിൻ്റെ അവസാനം അദ്ദേഹം 3-4 മത്സരങ്ങൾ പരിക്ക് വെച്ച് കളിച്ചില്ലേ. സോ അദ്ദേഹത്തിന് ഈ സിറ്റുവേഷൻസിനൊക്കെ ഫേസ് ചെയ്യാനുള്ള കറേജ് ഉണ്ട്. ഏതായാലും ഒരു സർജറി കഴിഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം മടങ്ങി വരവിൻ്റെ പാതയിലാണ്. തീർച്ചയായിട്ടും അധികം വൈകാതെ അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോച്ചും പറയുന്നത്. ഏതായാലും അടുത്ത മത്സരം സാവോപോളയ്ക്കെതിരെ ഫെബ്രുവരി 4 ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഫെബ്രുവരി 5 പുലർച്ചെ 4:30 ആ ഒരു കളി. ആ കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.